ജമ്മു കാശ്മീരിലെ ഉധംപൂരിൽ ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടി. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വീരമൃത്യു, 3 ജയ്ഷെ ഭീകരർ ഒളിച്ചിരിക്കുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ പ്രദേശത്ത് ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ്. ബൽറാം നെടുങ്ങാടി ചേരുന്നു. ബൽറാം, വിവരങ്ങൾ. ഇന്നലെ വൈകിട്ട് ജമ്മു കശ്മീർ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉധംപൂരിലെ സോയാൻ ഗ്രാമത്തിൽ സുരക്ഷാ സേന തെരച്ചിൽ ആരംഭിച്ചത്. ഈ തെരച്ചിലിനിടെ ഒളിച്ചിരുന്ന ഭീകരർ ഈ സുരക്ഷാ സേനയ്ക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. തുടർന്നാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. ഈ ഏറ്റുമുട്ടലിനിടെ ഇന്നലെ രാത്രിയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വീരമൃത്യു വരിച്ചത്. ജമ്മു കശ്മീർ പോലീസ് ഉദ്യോഗസ്ഥനായ അംജദ് പത്താനാണ് വീരമൃത്യു വരിച്ചത്. ഒപ്പം ഈ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരന് വെടിയേറ്റു എന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഈ പ്രദേശത്ത് ഇപ്പോഴും തെരച്ചിൽ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. ജമ്മു കശ്മീർ പോലീസിനോടൊപ്പം തന്നെ CRPF-ഉം സൈന്യവും സംയുക്തമായാണ് ഈ മേഖലയിൽ തെരച്ചിൽ നടത്തുന്നത്. ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്നതായി പ്രതീക്ഷിക്കുന്ന ഒളിയിടം അത് പൂർണ്ണമായും ഈ സുരക്ഷാ സേനയുടെ വലയത്തിലാണ് എന്നും ജമ്മു കശ്മീർ പോലീസ് അറിയിക്കുന്നു. അതിർത്തി കടന്നെത്തിയ ഭീകരരാണ്, ഹിസ്ബുൾ ഭീകരരാണ് ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ അല്ലെങ്കിൽ ഈ പ്രദേശത്ത് ഒളിച്ചിരിക്കുന്നത് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന രഹസ്യ വിവരം. 3 ഭീകരർ ഇവിടെ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇവിടെയുണ്ടായ ഏറ്റുമുട്ടലിൽ 6 ഭീകരരെ സുരക്ഷാ സേന വധിച്ചിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.